ഇതിഹാസമായ രാമായണത്തിൽ ഫലപ്രദമായ ആശയവിനിമയം അഥവാ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതിന് അതിശയിപ്പിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. നമുക്കൊന്ന് നോക്കാം. KKG ഫിറ്റിന്റെ 193 എപ്പിസോഡിലേക്ക് സ്വാഗതം. സുന്ദരകാണ്ഡത്തിൽ ലങ്കയിലേക്കുള്ള യാത്രക്കിടയിൽ ഹനുമാൻ നേരിട്ടത് അനവധി പ്രതിബന്ധങ്ങളെയാണ്. സമുദ്രത്തിനടിയിൽ നിന്ന് പൊങ്ങിവന്ന് വിശ്രമിക്കാൻ ഇടം നൽകിയ മൈനാക പർവ്വതത്തെ ആദരവോടെ സ്പർശിച്ച് രാമകാര്യത്തിന് പോകുമ്പോൾ വിശ്രമം പാടില്ല എന്ന ദൃഢനിശ്ചയത്തോടെ അദ്ദേഹം യാത്ര തുടർന്നു. തന്റെ ബുദ്ധിശക്തി കൊണ്ട് ദേവന്മാർ പരീക്ഷിക്കാൻ അയച്ച നാഗമാതാവായ സുരസയെ പ്രീതിപ്പെടുത്തിയും പരാക്രമം കൊണ്ട് നിഴൽ പിടിച്ച് വിഴുങ്ങുന്ന സിംഹികയെ പരാജയപ്പെടുത്തിയും ഹനുമാൻ ലങ്കയിലെത്തി. ലങ്കാലക്ഷ്മിയായ ലങ്കിണിയെ ഒരൊറ്റ പ്രഹരം കൊണ്ട് കീഴ്പ്പെടുത്തിയതോടെ ലങ്കിണിയുടെ മോക്ഷവും ലങ്കയുടെ നാശത്തിന് തുടക്കവുമായി. സീതയെ കണ്ട ശേഷം രാവണനെ പ്രകോപിപ്പിക്കാനായി ഹനുമാൻ അശോകവനം തകർത്തു. തടയാൻ വന്ന 80,000 കിങ്കരന്മാരെയും സൈന്യാധിപനായ ജംബുമാലിയെയും മന്ത്രിപുത്രന്മാരെയും അദ്ദേഹം വധിച്ചു. ഒടുവിൽ രാവണപുത്രനായ അക്ഷകുമാരനെയും നിഗ്രഹിച്ചതോടെ രാവണൻ ഹനുമാന്റെ ശക്തി തിരിച്ചറിഞ്ഞു. തുടർന്ന് ഇന്ദ്രജിത്തിന്റെ ബ്രഹ്മാസ്ത്രത്തിന് ഹനുമാൻ സ്വയം കീഴടങ്ങിയത് രാവണസഭയിൽ നേരിട്ട് ചെന്ന് രാമദൂതനായി സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. രാവണസഭയിൽ തന്റെ വാൾ ചുരുട്ടിവെച്ച് സിംഹാസനത്തെക്കാൾ ഉയരത്തിലിരുന്ന് ഹനുമാൻ സംസാരിച്ചു. ഇതിൽ ക്രുദ്ധനായ രാവണൻ ഹനുമാന്റെ വാലിൽ തീയിട്ടു. എന്നാൽ ആ തീ കൊണ്ട് സ്വർണമയമായ ലങ്കാപുരിയെ ഹനുമാൻ ചുട്ട് ചാമ്പലാക്കി. സീത നൽകിയ ചൂടാമണിയുമായി തിരികെ സമുദ്രം കടക്കുമ്പോൾ കാത്തുനിന്ന മൈനാക പർവ്വതത്തിൽ അല്പനേരം വിശ്രമിച്ചു. എല്ലാ പരാക്രമങ്ങളിലും വിജയിച്ച് കടൽ കടന്ന് രാമന്റെ മുന്നിലെത്തിയ ഹനുമാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ്. ഹനുമാൻ ഒരു തള്ളുവീരനായിരുന്നെങ്കിൽ അവിടെ ഒരു വലിയ പ്രസംഗത്തിനുള്ള വക ഉണ്ടായിരുന്നു. എന്നാൽ ആകാംക്ഷയോടെ കാത്തിരുന്ന രാമൻ അറിയേണ്ടത് ഒന്ന് മാത്രം: സീതയെ കണ്ടുവോ? അവിടെ ഹനുമാൻ പറഞ്ഞത് കണ്ടേൻ സീതയെ എന്നാണ്. ഞാൻ സീതയെ കണ്ടു എന്ന് പോലുമല്ല. കാരണം ഞാൻ സീതയെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അത് കണ്ടു എന്നാണോ കണ്ടില്ല എന്നാണോ പൂർത്തിയാക്കുക എന്ന് ചിന്തിച്ച് രാമൻ ഒരു നിമിഷാർദ്ധം പോലും വ്യാകുലപ്പെടാൻ ഹനുമാൻ ആഗ്രഹിച്ചില്ല. ആദ്യം തന്നെ ശുഭവാർത്ത അറിയിച്ചു. അതാണ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഒട്ടും കൂടുതലില്ല, കുറവുമില്ല. സുഹൃത്തുക്കളെ, നമുക്കും ഈ രീതി ജീവിതത്തിൽ അവലംബിച്ചുകൂടെ? ചില സന്ദർഭങ്ങളിൽ സത്യം പറയുന്നത് പോലും തള്ളലായി തോന്നാം. പിന്നെയാണ് കാര്യങ്ങൾ പെരുപ്പിച്ചു കാട്ടിയും ഇല്ലാത്തത് പറഞ്ഞും മറ്റുള്ളവരെ കുഴപ്പിക്കുന്നത്. ഹനുമാന്റെ ഈ കൃത്യതയാർന്ന രീതി നമുക്ക് പിന്തുടരാം. എന്താ? കണ്ടേൻ സീതയെ. ബൈ ഫ്രം KKG.